അച്ചു, എടാ ഞാൻ കണ്ണനെ കാണാൻ പോവാട്ടാ. പെട്ടെന്നെടുത്ത തീരുമാനാണേ. അപ്പൊ ഒന്നും നോക്കിയില്ല, പുറപ്പെട്ടു ട്ടാ. കൃഷ്ണ, പോയിട്ട് വരാട്ടാ. ഈ വോയിസ് നിങ്ങൾക്ക് കേട്ടല്ല. അപ്പോൾ ഇതിലൊരു സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതാണ്. എൻ്റെ കൃഷ്ണാനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും വ്യക്തികളെ പിന്നെ സ്ഥലങ്ങൾ എല്ലാം ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ റിയൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോവുകയെന്ന്. കഥ മാത്രമല്ല, ആ കഥയിലുള്ള യഥാർത്ഥ വ്യക്തികളെയും സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ സാധാരണ ഞാൻ വീട്ടിലെ സുനിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്തൊക്കെയോ പൊട്ടത്തരം വർത്താനവും ചിരിയും ഒക്കെയാണ്. അപ്പോൾ അതൊന്നും ഇന്നത്തെ വ്ളോഗിലില്ല. ഇന്ന് ഞാൻ ഭഗവാന്റെ കാഴ്ചകൾ കാണിക്കാൻ പോവുകയാണ്. ഇത് ശ്രീ ചക്രപാണീശ്വരൻ്റെ ക്ഷേത്രക്കുളമാണ്. വലിയ കുളമാണല്ലേ. ഇപ്പോൾ സാധാരണ ഒരു അമ്പലത്തിലെ കുളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല വലിപ്പമുണ്ട്, കാണുമ്പോൾ ഒരു പുഴ പോലെ ഉണ്ടല്ലേ. അപ്പം ഇത് നവീകരിക്കാനുള്ള ഫണ്ടൊക്കെ സർക്കാരിന് ഇപ്പം പാസ്സായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ വൈകാതെ തുടങ്ങുമായിരിക്കും. നല്ലപോലെ പരന്ന് കിടക്കുന്ന വിശാലമായി കിടക്കുന്ന കുളമാണ് കേട്ടോ. നല്ല കാഴ്ച എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ. അപ്പം സ്ഥലത്തിൻ്റെ പേര് തൃക്കരിപ്പൂർ എന്നാണ്. നമ്മൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും പയ്യന്നൂരിനടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അടുത്ത് മീൻസ് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് ബസ്സിനുള്ള ദൂരമായിരിക്കും പയ്യന്നൂരിന് തൃക്കരിപ്പൂരോട്ട്. അത്രേ ദൂരമല്ലോ. അപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ല എന്നൊക്കെ നമ്മൾ വേറെ വേറെ പറയുമെങ്കിലും നമ്മൾ ഈ ഒരു പയ്യന്നൂരുകാരും തൃക്കരിപ്പൂരും ഏകദേശം ഒരു ട്വിൻസ് എന്ന് പറയുന്നത്, സയാമിസ് ട്വിൻസ് എന്നൊക്കെ പറയാം. അങ്ങനെയാണ്. കാരണം ഏകദേശം സ്ലാങ്ങും കാര്യങ്ങളെല്ലാം സെയിം ആണ് വരുന്നത്. ഞാൻ ഷെയർ ചെയ്ത എൻ്റെ കഥയിൽ ഭഗവാന്റെ ആ നടയിലോട്ട് എത്താനുള്ള ആദ്യത്തെ പടിയാണ് ഈ പുറത്തുനിന്ന് കയറുന്ന ഈ 4-5 പടി എന്ന് പറയുന്നത്. 4-5 പടിയല്ല, ഒരു 9 പടിയുടെ അടുത്തുണ്ട്. 4-5 പടി എന്നാണ് ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കത് വ്യക്തമായിട്ട് വലിയ ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ 9 പടി കയറിയിട്ട് വേണം നമ്മൾ ഈ സിമന്റ് വരിപ്പാതയിലൂടെ നടക്കാൻ. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ആ ആൽത്തറയുടെ ഭാഗത്ത് കണ്ടോ, ആടെ നിന്നാണ് എനിക്ക് ആ മാങ്ങ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു മാമ്പഴം, പഴുത്ത മാങ്ങ. ആൽത്തറേൻ്റെ നേരെ ആ ഭാഗത്ത് കറക്റ്റ് വരും. അത് പെട്ടെന്ന് തന്നെ മുന്നിൽ അവിചാരിതമായി ഞാൻ ആ മാങ്ങ കാണുന്നതും പെട്ടെന്നൊന്ന് സ്റ്റക്കായി തരിച്ചു നിന്നതും ഞാൻ ആ മാങ്ങ കയ്യിലെടുത്തതും അതെടുത്ത് ഞാൻ ഉള്ളിലേക്ക് പോയതും ആ ഒരു പ്ലേസിൽ വെച്ചാണ്. അത്ഭുതം എന്ന് പറയട്ടെ, സത്യം എനിക്ക് അത്ഭുതമാണ്. കേൾക്കുന്ന പലർക്കും അത് യോജിപ്പുണ്ടാവില്ല. എനിക്ക് അതിന് ശേഷം എൻ്റെ കൺമുന്നിൽ അങ്ങനെ ഒരു മാങ്ങ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. എനിക്കിപ്പോഴും അത് അത്ഭുതമാണ്. മാങ്ങ വീഴുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീടും മാങ്ങ കിട്ടുമല്ലോ. എനിക്ക് അന്ന് കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വച്ച പോലെയാണ് എനിക്ക് ആ മാങ്ങ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതാണ് ഭഗവാന്റെ അകത്തേക്കുള്ള അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള കവാടം. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യാഴാഴ്ചയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഭജന ഉള്ളത് വ്യാഴാഴ്ച ആണല്ലോ. അപ്പം ഞാൻ എൻ്റെ കഥയിൽ നിറമാലേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്നേ ദിവസം നിറമാല ഉണ്ടായിരുന്നു അമ്പലത്തിൽ. മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവാ കൃഷ്ണ. ഇത് അമ്പലത്തിലെ ക്ലർക്ക്, നമ്മളെ സ്വന്തം മാധവേട്ടൻ. അപ്പോൾ റെസീറ്റ് മുറിക്കുന്നതിനിടയിൽ കുറച്ച് നാട്ടുവർത്താനൊക്കെ പറയണല്ലോ. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാൻവാസിൽ ആക്രിലിക് പെയിൻറ് വെച്ച് ഞാൻ വരച്ച് ഭഗവാന് സമർപ്പിച്ച പിക്ചറാണിത്. എനിക്ക് അങ്ങനെ വരച്ച് സമർപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച് സമർപ്പിച്ച പിക്ചറാണിത്. പിന്നെ കുറേ ഭക്തന്മാർ സമർപ്പിച്ച കുറേ ഫോട്ടോസ് അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം അല്ലേ.
ഭഗവാന്റെ ശ്രീകോവിൽ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മുഴുവൻ പിക്ചറാട്ടോ ഇങ്ങനെ. അതായത് ശ്രീകോവിൽ അടങ്ങുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മുഴുവനായിട്ട് എങ്ങനെയാണോ അമ്പലം ഉൾഭാഗത്ത്, അതാണ് അതിൻ്റെ മുഴുവൻ പിക്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയെന്ന് എൻ്റെ കൃഷ്ണാനുഭവത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ സരളേച്ചി ഇതാണ്. നാമസങ്കീർത്തനം ചൊല്ലുന്നവരാണ് ഇതൊക്കെ. പക്ഷെ ഇതിൽ കുറച്ച് ആൾക്കാർ മിസ്സായിട്ടുണ്ട്. പിന്നെ 2 മക്കൾ ക്യാമറക്ക് പിറകിലാണ്. അതായത് എൻ്റെ മോള് ചങ്ങായി കിതുമോള്. അവർ രണ്ടാളാണ് വീഡിയോ എടുക്കുന്നില്ലത്. അപ്പോൾ വീഡിയോയിൽ അവരെ കാണാനില്ല. പിന്നെ കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഗീതേച്ചിയാണ് നമുക്ക് ചൊല്ലിത്തരുന്നത്. അപ്പം ഗീതേച്ചി കൂടെ വരാനുണ്ട്. ഉണ്ട് കുറെ നിക്കട്ടെ. എല്ലാരും പരിചയം, എല്ലാരും പെടട്ടെ. നമുക്ക് നാമസങ്കീർത്തനം ചൊല്ലിത്തരുന്ന ഗീതേച്ചി ഇതാണ്. എത്രയോ വർഷമായിട്ട് ഗീതേച്ചിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കും അതിനൊരു ഭാഗമാവാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ സ്വന്തം ഗീതേച്ചി. ഞാൻ കൃഷ്ണാനുഭവത്തിൽ ഗീതേച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെല്ലാവരും നേരിട്ട് കണ്ടല്ലോ അല്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിപ്പോ ഫോൺ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് മാത്രം അങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. മുന്നിൽ നിന്ന് ഗീതേച്ചിയാണ് ചൊല്ലിത്തരുന്നത്. അപ്പോൾ ബാക്കി പറകലിലെ ആൾക്കാരൊക്കെ അത് ഏറ്റു ചൊല്ലും. ഇങ്ങനെ 4 പ്രദക്ഷിണം നമ്മൾ വരും ഭഗവാന് ചുറ്റമ്പലം. പുറത്തിലെ ഇതുണ്ടല്ലോ, അങ്ങനെ പുറത്തെ അമ്പലത്തിൽ 4 ചുറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഭജന ആരംഭിക്കും. ആർക്കുമെന്നിൽ നിന്നു ഉപദ്രവം വരാതിരിക്കണം. രാമ 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 പാതിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാതിമാം. ഊണിലും ഉറക്കിലും വിരിപ്പിലും നടപ്പിലും കാണണം ഭവാനനം സദാ വിനിശ്ചയം. രാമ 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 പാതിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാതിമാം. കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എൻ്റെ കഥയിൽ അപ്പാന്നിതല്ലോ. കൃഷ്ണ ഭജന ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രസാദം ഇതാണ്. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണാനുഭവത്തിൽ. ആ സാരി എടുത്തതാണ് മഞ്ജുളേച്ചി. എൻ്റെ കഥയിൽ ഞാൻ ആളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ഭഗവാന്റെ ശീവേലിയാണ്.
ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഒരാളെ വോയിസ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അത് പറയാമെന്ന് പറഞ്ഞു വീഡിയോയിൽ. അപ്പോൾ ആരെ വോയിസ് എന്ന് വെച്ചാൽ മായ എന്നാണ് ആളെ പേര്. ആൾ തൃശ്ശൂരാണ്. ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകുന്ന സമയത്ത് പോകുമ്പോൾ എനിക്ക് അയച്ച വോയിസാണത്. അത് പറയാൻ പറ്റുന്നല്ല, കാരണം ആളെപ്പോലെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് ഭഗവാൻ തന്നു. നിലവിലും ഒരുപാട് സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. അതൊക്കെ ഭഗവാൻ കാരണം എനിക്ക് കിട്ടിയത്. ഞാൻ കാസർഗോഡാണ്, ആൾ തൃശ്ശൂരാണ്. അത്രമാത്രം സൗഹൃദം എന്നിൽ വളർന്നു. അതൊക്കെ എനിക്ക് ഭഗവാനിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ മനസ്സിൽ നന്മയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്കും അത് വന്ന് ചേരുന്നില്ലെന്നൊരു തെളിവാണത്. അച്ചു, എടാ ഞാൻ കണ്ണനെ കാണാൻ പോവാട്ടാ. പെട്ടെന്നെടുത്ത തീരുമാനാണേ. അപ്പൊ ഒന്ന് നോക്കിയില്ലേ പുറപ്പെട്ടു ട്ടാ. കൃഷ്ണ, പോയിട്ട് വരാട്ടാ. ആ വിളിയും യാത്ര പറച്ചിലും എനിക്കതെങ്ങനെ പറഞ്ഞിട്ടത് അറിയില്ല, എങ്ങനെയാണെന്ന് അത് അറിയിക്കാൻ പറ്റുകയെന്നില്ല. ആ സന്തോഷം അത്രയും പ്രിയപ്പെട്ട വോയിസാണ് എനിക്കിത്. ഇതുപോലുള്ള സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കൂടെ ഒരുപാ പറ. 30 വർഷമായിട്ടുണ്ട് അച്ഛന. 30-35 വർഷം. അപ്പൊ നിങ്ങൾ ചെറുതിലേ വരലുണ്ട്? ഞാൻ സ്കൂളിൽ പോകുന്ന പ്രായത്തില് അന്നേരത്തെ വചനൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്റെ കൃഷ്ണാനുഭവത്തിൽ സമ്മാനം തന്നതിനെ കുറിച്ച് അങ്ങനെ അവിചാരിതമായി ഞാനും കണ്ടുമുട്ടി അല്ലേ. നമ്മളെ കണ്ടുമുട്ടുന്ന അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഭഗവാന്. അത് കണ്ടുമുട്ടി. ഞാൻ ആഗ്രഹിച്ച വരികൾ ഒരു പുസ്തക രൂപത്തിൽ എൻ്റെ കയ്യിൽ എത്തിച്ചത് ഈ സരളേച്ചിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷ്ണാനുഭവത്തിലെ സരളേച്ചി. അപ്പോൾ എൻ്റെ എല്ലാ വ്യാഴാഴ്ചകളിലെയും വൈകുന്നേരവും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ഞാൻ ഈ ഭഗവാന്റെ സന്നിധിയിലാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ. അച്ചു ദിയമോളെ ചങ്ങായി പറ. എൻ്റെ പേര് പറ. പേര് പറയണേ.